കുവയും മഞ്ഞളും എല്ലാം വിളവെടുക്കുന്ന വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നിപ്പോൾ നമ്മൾ കുവ എടുത്തിട്ട് കുവപ്പൊടി റെഡിയാക്കാൻ പോവുകയാണ്. അപ്പം ആദ്യം തന്നെ കുവ അതിൻ്റെ മണ്ണും പൊടിയും എല്ലാം കളഞ്ഞിട്ട് ഇത് നന്നായിട്ട് കഴുകിയെടുക്കണം. ചണ്ടിയും പൊടിയും വേരും എല്ലാം കളഞ്ഞെടുക്കാം. അതിനുശേഷം നമ്മളിത് നന്നായിട്ട് കഴുകിയെടുക്കണം. ഒരു 8-10 പ്രാവശ്യമെങ്കിലും നന്നായിട്ട് നമ്മൾ കഴുകിയിട്ടെടുക്കുക കേട്ടോ. അതിൻ്റെ മണ്ണെല്ലാം നന്നായി കളഞ്ഞെടുക്കാം. അതിനുശേഷം വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു ഗ്രേറ്റർ വെച്ചിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. കുവ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലോട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്ത് അതിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പം ഏറ്റവും എളുപ്പമുള്ള പണി എന്ന് പറയുന്നത് നമ്മൾ മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കുക എന്നുള്ളതാണ്. നമ്മൾ കുറച്ച് മാത്രമേ ഗ്രേറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോഴേക്കും കൈ വേദനിക്കാൻ തുടങ്ങി. വളരെ ബുദ്ധിമുട്ടായിരുന്നു ഗ്രേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ബാക്കി മുഴുവനും നമ്മൾ അരച്ചെടുക്കുകയാണ്. അപ്പോൾ ചെയ്യുന്നവർ ഏറ്റവും എളുപ്പമുള്ള പണി എന്ന് പറയുന്നത് നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയുടെ ജാറിൽ മുറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അങ്ങനെ അരച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇത്. അപ്പം നമ്മൾ മുഴുവൻ കുവ ഇതുപോലെ അരച്ചെടുത്ത് കുറച്ച് ചെറിയൊരു പാത്രത്തിൽ വേറെയും കൂടി ഉണ്ട്. അങ്ങനെ അരച്ചെടുത്തതിന് ശേഷം നമ്മളിനി ചെയ്യുന്നത് വലിയ അത്യാവശ്യം വലുപ്പമുള്ളൊരു പാത്രത്തിൽ ഇതുപോലെ നല്ല വൃത്തിയുള്ള ഒരു കോട്ടൻ്റെ തുണി കെട്ടിക്കൊടുക്കുക. അതിനുശേഷം അരച്ച് വെച്ച അരപ്പിൽ നിന്നും കുറേശ്ശെ ഇട്ട് അതിലോട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഇതുപോലെ ഇങ്ങനെ അരച്ച് സത്ത് മാറ്റിയെടുക്കാം. സത്തെല്ലാം ആ പാത്രത്തിലോട്ട് പോവുകയും ചെയ്യും. നമ്മൾ അതിൻ്റെ ചണ്ടി മാറ്റി വെക്കുകയും ചെയ്യണം. അങ്ങനെ ചണ്ടി മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ വേറൊരു പാത്രത്തിലും ഇതുപോലെ വേറൊരു കോട്ടൻ്റെ തുണി കെട്ടിക്കൊടുക്കുക. ആ ചണ്ടിയും ഇതുപോലെ നമ്മൾ കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് അതും ഇതുപോലെ അരച്ചെടുക്കുക. അങ്ങനെ 2 പാത്രത്തിലാക്കി അരച്ചെടുക്കാം. ഇതിൽ നിന്ന് എന്തെങ്കിലും സത്ത് ബാക്കിയുണ്ടെങ്കിൽ അത് നമ്മൾ രണ്ടാമത് ഊറ്റിയെടുക്കുമ്പോൾ ഒന്നും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഊറ്റിയെടുത്തതിന് ശേഷം നമ്മളതിൽ കുറച്ചധികം തന്നെ വെള്ളം ഒഴിച്ച് ആ പാത്രത്തിൽ കുറച്ചധികം തന്നെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് കലക്കിയിട്ട് മൂടി വെക്കാം. രാത്രിയാണ് ഇപ്പം നമ്മൾ ഈ പണികളൊക്കെ ചെയ്യുന്നത്. അങ്ങനെ അടച്ചു വെച്ചതിന് ശേഷം നമ്മൾ പിറ്റേന്ന് രാവിലെ അതിൻ്റെ വെള്ളം മാറ്റി കൊടുക്കുക. ഇപ്പം നമ്മൾ രാത്രി അടച്ചു വെച്ചിട്ട് രാവിലെ അതിൻ്റെ വെള്ളം മാറ്റി കൊടുക്കുകയാണ്. വെള്ളം മാറ്റി കൊടുത്തതിന് ശേഷം നമ്മളങ്ങനെ വെള്ളം ഒരു 5 പ്രാവശ്യമെങ്കിലും മിനിമം വെള്ളം മാറ്റി കൊടുക്കണേ. നമ്മളിപ്പോൾ ഇത് 3ാമത്തെ പ്രാവശ്യമാണ് വെള്ളം മാറ്റി കൊടുക്കുന്നത്. അതാണ് വെള്ളത്തിന് ഇത്ര ക്ലിയർ ആയിട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ അഴുക്കുകളെല്ലാം നന്നായിട്ട് പോകും. അങ്ങനെ വെള്ളം മാറ്റിയതിന് ശേഷം വീണ്ടും അതിൽ കുറച്ചധികം തന്നെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കലക്കി മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടി അടച്ചു വെക്കണം. അങ്ങനെ ഒരു 5 പ്രാവശ്യം നമ്മൾ വെള്ളം മാറ്റി കൊടുക്കണം. അങ്ങനെ വെള്ളം മാറ്റിയതിന് ശേഷം ഇതുപോലെ നമുക്ക് സത്ത് കിട്ടും. ഈ സത്ത് നമ്മൾ നന്നായിട്ട് വെയിലത്ത് വെച്ച് നന്നാക്കി ഉണക്കിയെടുക്കുക. ഉണക്കിയെടുക്കുമ്പോൾ നമ്മുടെ കോപ്പൊടി റെഡി ആയി കഴിഞ്ഞു കേട്ടോ. ഇതിപ്പോൾ നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തിട്ടുള്ളതാണ്. ഒരു 2-3 ദിവസം നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണേ. ഉണക്കിയെടുത്തതിന് ശേഷം നമുക്കൊരു ബോട്ടിലാക്കി എത്ര കാലം വേണമെങ്കിലും ഇത് സ്റ്റോർ ചെയ്ത് വെക്കുക. കേടൊന്നും വരില്ല. ഇത് ഏറ്റവും നല്ലൊരു മൂത്രക്കടിച്ചിലും മൂത്രസംബന്ധമായിട്ടുള്ള അസുഖത്തിനും ക്ഷീണത്തിനൊക്കെ വളരെ നല്ലൊരു മരുന്നാണ് കേട്ടോ. ഒരുപാട് ഗുണങ്ങളുള്ള നല്ലൊരു മരുന്ന് തന്നെയാണെന്ന് പറയുന്നത്. അപ്പം നമുക്ക് ക്ഷീണത്തിനൊക്കെ നല്ലതാണ്. എപ്പോഴും നമുക്ക് ഒന്ന് കാച്ചി കുടിക്കാം. കുറച്ച് ഏലക്കായും ഉപ്പോ പഞ്ചസാരയൊക്കെ ഇട്ട് കാച്ചി കുടിക്കുക എന്ന് പറയുമ്പം നല്ലതാണ്. നല്ല ടേസ്റ്റുമാണ് കുടിക്കാൻ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്താൽ നമ്മുടെ വീട്ടിലൊക്കെ കുറച്ച് സ്ഥലത്ത് തന്നെ നമുക്കിത് കൃഷി ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം